أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം ഓതിയതിന്റെ എല്ലാവരും ഞാൻ ഓതുന്ന സമയത്ത് ഓതിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഓതിയതിന്റെ മിസ്ല് സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ അടുത്ത കാലത്തായി വളരെ സുന്നി ലോകത്ത് വളരെ പ്രയാസകരമായ രൂപത്തിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ, അതിന് തൊട്ട് മുമ്പ് മറ്റൊരു സുഹൃത്ത് ഇങ്ങനെ എതിരാളികളുടെ പക്വതയില്ലാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാത്ത, വെറും വൈരാഗ്യവും വാശിയും കൈമുതലാക്കി ജീവിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വളരെ ക്രൂരമായ ഇടപെടൽ മുഖേന മരണപ്പെട്ടുപോയ സഹോദരന്മാർ, അവരുടെ ഹദറത്തിലേക്കും അല്ലാഹു തആല നാം ഇതിൽ ഓതിയതിന്റെ സവാബിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു തആല പുറത്തു കൊടുത്തു അവരുടെ ബർസഖ് ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. സാധുക്കളായ നാമും ഒരു സമയം മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ, അതിന് ഉതകുന്ന ജീവിതം ജീവിക്കാൻ അല്ലാഹു തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാവാൻ ആവശ്യമായ എല്ലാ ഖൈറാത്തുകളും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജീവിതം ഭാസുരമാക്കാൻ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ ഓതുക എന്നുള്ള ഒരു സംഗതി, അത് ഒരുപാട് ഖുർആൻ ഓതാൻ അല്ലാഹു തആല നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഖത്മുകൾ ചെയ്ത് ഖുർആൻ ഓതി വിജയിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കട്ടുകൂടാതെ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നമില്ലാത്ത രൂപത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തു ത്വാരിഖ് എന്ന സൂറയാണ് ഓതാൻ ഉദ്ദേശിക്കുന്നത്. 561 പേജിൽ ആണ് എന്റെ മുസ്ഹഫിലുള്ളത്. അഥവാ സൂറത്തുൽ അഅല, അതിന്റെ തൊട്ടു മേലെയുള്ള സൂറ. പരിശുദ്ധ ഖുർആൻ നാം ഈ കാണുന്നത് പോലുള്ള രൂപത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്തത് നമുക്കറിയാം. തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല സൂറത്തുൽ അലഖിലുള്ള ആദ്യത്തെ 5 അക്ഷരങ്ങളാണ്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുറഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖിൻ ഖുറഅ വറബ്ബുക്കൽ അക്റം الذي علم بالقلم علم الإنسان ما لم يعلم. സദഖല്ലാഹു അലീം. അതുവരെയുള്ള ഭാഗങ്ങളാണ് അല്ലാഹു തആല ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബിതങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി പല സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയ റിസാലത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 23 വർഷങ്ങളെ കൊണ്ടാണ് ഖുർആൻ അല്ലാഹു തആല എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അതപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കുകയും ആ ഭാഗങ്ങൾ മുഴുവനും സ്വഹാബികളെല്ലാം ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഖുർആൻ മുഴുവനും എഴുതി വെക്കപ്പെട്ട രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖുൽ അലയിലേക്ക് അണഞ്ഞത്. എല്ലാം ക്രോഡീകരിക്കപ്പെട്ടു വച്ചിരുന്നു. നബിയുടെ ജീവിതകാലത്ത് തന്നെ ഖുർആൻ ഏത് സൂറത്ത് ആദ്യം ഉണ്ടാവണം, അതിനുശേഷം ഏതുണ്ടാവണം, ഏതായത്തിന്റെ ശേഷം എന്ന രൂപത്തിലൊക്കെ അവിടെ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഒക്കെ തോലുകളിലും എല്ലിൻ കഷ്ണങ്ങളിലും ഈത്തപ്പന ഓലകളിലെല്ലാം മറ്റ് എഴുതപ്പെടാൻ പറ്റുന്ന വസ്തുക്കളിലെല്ലാം എഴുതി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിൽ പിന്നെ യാതൊരുവിധ മാറ്റത്തിരുത്തലുകളും വരാത്ത രൂപത്തിൽ ഒരു മുസ്ഹഫിന്റെ രൂപത്തിൽ ആക്കപ്പെട്ടിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഒക്കെ ഒരു മുദവ്വൻ എന്ന് പറഞ്ഞാൽ അത് ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. ഏതായാലും അങ്ങനെ യാതൊരുവിധ തെറ്റുകളും കൂടാത്ത രൂപത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അതിനാർക്കും കൈകടത്തലുകൾക്ക് അവകാശമില്ലാത്ത രൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചു. അതുപോലെ തന്നെയാണ് അതിന്റെ ഖിറാഅത്തിന്റെ കാര്യങ്ങളും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. വെറും അത് രേഖപ്പെടുത്തി വെക്കുക മാത്രമല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സഹാബികൾക്ക് ഓതിക്കൊടുത്തു. വേണ്ടതുപോലെ അത് എങ്ങനെയൊക്കെ എപ്രകാരം എവിടെയെല്ലാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിലുള്ള എല്ലാവിധ ഖിറാഅത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അതടിസ്ഥാനത്തിൽ സഹാബികളും അവരുടെ ശേഷക്കാർക്കും അങ്ങനെ ഓതിക്കൊടുത്തു വന്നു. അതങ്ങനെ പരമ്പരാഗതമായി സനദ് മുറിയാത്ത രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വലിയൊരു മുഅ്ജിസത്താണ്. അത് നമുക്ക് ഓതാൻ കഴിയുക എന്നുള്ളത് മഹത്തായൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് നമ്മുടെ കൺമുൻപിൽ നമുക്ക് കണ്ട് സന്തോഷിക്കാൻ, കുളിരണയാൻ, നല്ല റാഹത്താകാൻ പറ്റുന്ന, നമുക്കെപ്പോഴും സമാധാനത്തിനും നമ്മുടെ അവലംബത്തിന് എല്ലാ കാര്യങ്ങളും ഇറക്കി വെക്കാനൊക്കെ പറ്റുന്ന ഒരു വലിയൊരു സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഖുർആൻ ഓതലോടുകൂടി നമുക്കൊരു സമാധാനവും നമുക്കൊരു സലാമത്തും അതിൽ കൂടി ഉണ്ടായി കിട്ടുകയാണ് ആവട്ടെ. അപ്പൊ അങ്ങനെ ആ പരിശുദ്ധ ഖുർആൻ ഓതുക, അത് നമ്മുടെ തോന്നിയതുപോലെ ഓതിയാൽ പോരാ എന്നാണ് നാം പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ നാം ആ വിഷയം, ഖുർആൻ ഓതുന്നതിന്റെ വിഷയം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് യാതൊരുവിധ തെറ്റുകളും കൂടാതെ ഓതാനുള്ള കഴിവ് നാം ഉണ്ടാക്കിയെടുക്കണം. അതിന് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ നാം അതിന്റെ നേരായ വഴിയിൽ നാം സ്വീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊന്നുകൂടി വിജയിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ സൂറത്തു അത്വാരിഖ് ഓതാം ഇൻഷാ അല്ലാഹ്. ശേഷം ഓതാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അവസരം നൽകുകയും ചെയ്യാം.
بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا صدق الله العظيم. കേട്ടിരുന്നോ? കട്ടുകൂടാതെ കേൾക്കാൻ കഴിഞ്ഞിരുന്നോ? എന്തെങ്കിലും പോരായ്മകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് മാഫ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നിത്യേന ഓതി നല്ല ഖിറാഅത്തിന്റെ അഹ്ലുകാരാകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഖിറാഅത്ത് കേൾക്കണം. എന്റെ ഒത്ത് മാത്രം കേട്ടാ പോരല്ലോ. വല്ലപ്പോഴും ചിലപ്പോൾ മാനുഷികമായ നമ്മളൊന്നും വലിയ ഖിറാഅത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ പഠിച്ചു വരികയാണ്. എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണർത്തിത്തരാൻ പര്യാപ്തരായ വ്യക്തിത്വങ്ങൾ, ഉസ്താദുമാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മളിങ്ങനെ കൂട്ടമായി നമ്മുടെ ഖുർആനിന്റെ ഖിദ്മത്തിലായിട്ട് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ അത് നമുക്കൊരു സമാധാനമാണ്, റാഹത്താണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആരുടെയെങ്കിലും ഒരു ഖിറാഅത്ത് നമുക്ക് മുസാഫ് ഓതുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ ഓതു നല്ലതാണ്, സുന്നത്താണ്. കഴിഞ്ഞ പരമാവധി സുന്നത്തുകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് അത് ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ ഓതുന്ന സമയത്തായാലും ഇൽമു പഠിക്കുന്ന സമയത്തായെല്ലാം അതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിവിന്റെ പരമാവധി നാം ഉണ്ടാക്കാൻ ശ്രമിക്കുക. സുഗന്ധം പൂശുക, ഉണ്ടായിരിക്കുക, ഖിബ്ലക്ക് മുന്നിടാൻ സുഖപ്പെടുമില്ലെങ്കിൽ അത് ചെയ്യുക, നല്ല വസ്ത്രം ധരിക്കുക, പിന്നെ മറ്റ് ശുഗലുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ തിരിക്കാതിരിക്കുക എന്നൊക്കെ ഇതിന്റെ ചില ഭാഗങ്ങളാണ്. ഏതായാലും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്.
ഉമർ മക്ക എന്ന ഐഡിയിലുള്ള അഡ്മിൻ ആണല്ലേ, മാഷാ അല്ലാഹ്. അപ്പൊ അവര് റിസൈൻ ചെയ്തിട്ടുണ്ട്. സൂറത്തു താരിഖ് ഓതിക്കൂടെ? എന്തെങ്കിലും എനിക്ക് മേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ എഴുതി കാണിക്കപ്പോൾ മേക്ക് തരേണ്ടി വരും. കാരണം ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റില്ല, മേക്ക് അവരിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് ഇടയ്ക്കിടെ നമ്മുടെ ഇതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തു താരിഖ് ഓതിക്കോളി. നിങ്ങൾക്ക് വേണ്ടി മൈക്ക് ഫ്രീ. وعليكم السلام. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين همهلهم رويدا. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാവട്ടെ. നല്ല ഖിറാഅത്തായിരുന്നു. ഇവിടെ ഒന്ന് ഈ വഖഫിന്റെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നല്ലതാണ്. ഏതാണെന്നറിയാം, ആ വഖഫ് ലാസ്റ്റ് നമ്മൾ പറയട്ടെ. നമ്മുടെ ആരാണ്? ഉമർ മക്ക അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ. അവിടെ പിന്നെ റുവൈദ എന്ന് വഖഫ് ചെയ്തപ്പോളേ നമ്മൾ ഏതായാലും നീർത്തിയിട്ട് ഇങ്ങനെ വെക്കല്ലേ, അപ്പൊ അത് അങ്ങനെ അധികം മദ് വന്നു പോകരുത്. വഅകീദു കൈദ ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. റുവൈദ എന്നല്ല, അല്പം നീട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അല്പം കൂടുതൽ നീട്ടിയതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതെ, അത് വേണ്ട, അങ്ങനെ നീട്ടൽ വന്നു തീരെ വരരുത്. കാരണം അത് വലിയൊരു ഖത്ത് ആണ്. ലഹ്ൻ കബീർ, അതായത് അവിടെ 2 ഹർക്കത്തിന്റെ വകുപ്പ് മാത്രമേ നീട്ടാനുള്ളൂ. ഇതല്ലേ? അപ്പൊ അതുകൊണ്ട് നാം അവിടെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. റുവൈദ ദ എന്നതിനെ 2 പ്രാവശ്യം പറയുന്ന സമയം ദ ദ
ദ റുവൈദ. പിന്നെ അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് വത്തറോഇബ്. ത എന്നുള്ളത് ശബ്ദുണ്ട്, പക്ഷെ എന്താണ് ഇസ്തിഫാലിന്റെ അക്ഷരാണ്. നേരെ മറിച്ച് റോ എന്നുള്ള അക്ഷരം എന്താണ് ശബ്ദില്ലെങ്കിലും ഫത്ഹായി വരുന്നതുകൊണ്ട് റോ എന്ന അക്ഷരത്തിന് ഫത്ഹാകുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്ത് പറയണം. റോ വത്തറോഇബ് വത്തറോഇബ്. അതുപോലെ അതുപോലെ അസ്സറോഇർ. അവിടൊക്കെ വളരെ റാഹത്തായിട്ട് തന്നെ അൽഹംദുലില്ലാ. പക്ഷെ റാഇന്റെ തഫ്ഹീം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇന്നഹു ലഖൗലുൻ ഫസ്ൽ. മാഷാ അല്ലാഹ്, വളരെ റാഹത്തായിട്ട് എല്ലാം. പിന്നെ ഹസിൽ എന്ന് ഹസിൽ എന്ന് പറയാതെ അവിടെ എന്ത് ചെയ്യണം? റിഖ്വിന്റെ അക്ഷരമായതുകൊണ്ട് ഹസിൽ ആ രൂപത്തിൽ ഹസ് എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് എത്ര പറയാൻ കിട്ടുന്ന? ഹസ് എന്നല്ലല്ലോ, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. വമാഹുവ ബിൽ ഹസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹസ് എന്ന് പറയുന്നില്ല, ഹസിൽ എന്ന് പറയാതെ ഹസിൽ ആ രൂപത്തിൽ സായുടെ സ എന്ന അക്ഷരത്തിന് പ്രത്യേകം ഉണ്ടാവുന്ന സിഫത്തുകളൊക്കെ നമ്മുടെ ഖിറാഅത്തിൽ വരണം. ഏതായാലും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കങ്ങനെ ഖിറാഅത്തുകൾ കേൾക്കണം. ഒരുപാട് നമ്മുടെ ഒരു സൂറത്ത് തന്നെ കുറെ വട്ടം ഓതുമ്പോൾ മാത്രമാണ് നമുക്കവിടെ നമ്മുടെ ഖിറാഅത്ത് എന്തെങ്കിലും പോരായ്മകൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് തന്നെ നോക്കുക, യൗമ തുബ്ലസ്സറായിർ. അവിടെ തർക്കീക്കാക്കിയാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. അപ്പൊ ആ തഫ്ഹീമിന്റെ സ്വഭാവം വരുന്നൊരു സ്ഥലവും കൂടിയാണ് അല്ലേ? എന്താണ് സറായിറു. അപ്പൊ അവിടെ നമ്മൾ അതിന് നിർത്താത്ത രൂപത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൗമ തുബ്ലസ്സറായിറു ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. അൽഹംദുലില്ലാ. അപ്പൊ അവിടെ നാസിർ എന്നായിപ്പോ വരുത്, അവിടെ ആകാൻ വകുപ്പുണ്ട്. കാരണം സ്വാദ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. അപ്പൊ റാവും വലുതായി പോകുന്നൊരവസ്ഥ വരും. അപ്പം അത് പാടില്ല. എന്ത് ചെയ്യണം? നാസിർ. റോ എന്ന അക്ഷരത്തിന് അവിടെ എന്താണ്? ജറാണ് അല്ലെ? കസ്ർ അല്ലെങ്കിൽ പിന്നെ ജറൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? തർക്കീക്കാക്കിയിട്ട് തന്നെ നമ്മൾ അതിന്റെ അത് വഖഫിലായാലും അല്ലാത്ത വസിലായാലൊക്കെ നമ്മൾ അതിനെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കാര്യങ്ങളൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത ആൾക്ക് വേണ്ടി മൈക്ക് ഫ്രീ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق. والسماء والطارق. وما أدراك ما الطارق. النجم الثاقب. إن كل نفس لما عليها حافظ. فلينظر الإنسان مما خلق. خلق من ماء دافق يخرج من بين الصلب والترائب. إنه على رجعه لقادر. يوم تبلى السرائر
الطير فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا فمهل الكافرين أمهلهم رويدا صدق الله العظيم. മാഷാ അല്ലാഹ് അക്ബറല്ലാഹു മിന്നാ മിൻകും. അൽഹംദുലില്ലാഹ്. വളരെ റാഹത്തായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഖിറാഅത്ത് തന്നെ നമ്മളിപ്പോ വേഗത കുറച്ച് ഓതിയിട്ട് നമ്മൾക്ക് കേൾപ്പിച്ചു. അപ്പൊ കഴിയുന്ന പരമാവധി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വേഗത കുറക്കണം. നല്ല ബുദ്ധിയോടുകൂടി ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്പതായാലും സാരില്ല. കാരണം നമ്മള് ഒത്തു മാത്രമല്ല, നമ്മുടെ ഒത്തു കേട്ടിട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊന്ന് ചിലപ്പോൾ തുടങ്ങി പഠിക്കുന്നവരൊക്കെ ആകുമ്പോൾ അവർക്കൊന്നുകൂടി എന്താവും, കൂട്ടത്തിൽ ഓതാനും കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാനും അവർക്കൊരു അവസരമാണ്. ഏതായാലും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആൾക്ക് വേണ്ടി മേക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? ശബ്ദമൊക്കെ ഓക്കെയല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا صدق الله العظيم. മാഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. വളരെ റാഹത്തിൽ നമുക്ക് ഖിറാഅത്ത് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ നമ്മൾ കൂടിയിട്ടെങ്കിലും സുദമത്ത് ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകുന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാട് റബ്ബിന് ഹംദുകൾ സമർപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. അവിടെ ഈ സാധാരണയിൽ ശ്രദ്ധിക്കാത്ത, മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഈ
ശ്രദ്ധിക്കാൻ തന്നെ അങ്ങനെ ഖിറാഅത്തിൽ വന്നു പോകുന്നതാണ്. ഇപ്പം ഹസിൽ എന്ന് പറയുമ്പോ ഹസിൽ എന്ന് നമ്മൾ പറയാം. ഹസിൽ എന്ന് പറയുമ്പോ അങ്ങനെ പെട്ടെന്ന് നിങ്ങളെ ഒരു ഷിദ്ദത്തിന്റെ ഒരു അവസ്ഥ സായിന് വന്നു പോകരുത്. പിന്നെ ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. ആ രൂപത്തിൽ ഹസിൽ എന്നുള്ള എന്നുള്ള ശബ്ദത്തിനെ ഒഴിവാക്കി റിഹ്വിന്റെ ഹസ് എന്നുള്ള ശബ്ദം ഉണ്ടാവണല്ലോ, അപ്പോഴാണല്ലോ റിഹ്വ്. അത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസിന്റെ ഉസ്താദ് തയ്യാറായിട്ടുണ്ടാവും എന്ന് കരുതാൻ നമുക്ക് സമയം അവർക്ക് കൊടുക്കാം. കുറച്ച് ഭാഗമെങ്കിലും കുറച്ച് സമയമെങ്കിലും നമ്മളിങ്ങനെ എപ്പോഴും ഖുർആൻ ഓതാനുള്ള അവസരം ഉണ്ടാക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കിടെ ഇങ്ങനെ ചില അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവുകയാണ്. സാരമില്ല, ഞാനൊരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ والطارق وما أدراك ما الطارق والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا
ഹിൽഹും റുവൈദ എന്നുള്ള എന്ന് മണിച്ചു പോകണ്ടില്ല. ഹിൽഹും റുവൈദ ഹിൽഹും റുവൈദ. സാക്കിനായ മീമിന്റെ നിയമങ്ങളാണ് അവിടെ ഉള്ളത്. ഓരോ ഹർഫുകൾ വിട്ട് കിടക്കുന്ന സമയത്തും നമ്മുടെ ഖിറാഅത്തിൽ ഓരോ ഹർഫുകൾ വരും. അപ്പോഴൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവും. അതാണ് തുടക്കത്തിൽ തന്നെ വസ്സമാഇ എന്നുള്ളത് മദ് നിർബന്ധമായ വാജിബായ മുത്തസിലായ മദ്ദാണല്ലോ. അപ്പൊ അതവിടെ നമ്മള് നല്ലോണം നീട്ടണം. 5 ഹർക്കത്തിന്റെ കതിർ നീട്ടണം. പിന്നെ വത്താരിഖ് എന്ന് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. സാധാരണക്കാരായ സുഹൃത്തുക്കളൊക്കെ ഓതുമ്പോൾ, സഹോദരിമാരൊക്കെ ഓതുമ്പോ വത്തോ എന്ന് ചുണ്ട് അനക്കിയിട്ടുള്ള ഓത്തുണ്ടാവരുത്. വത്തോ എന്ന് പറഞ്ഞു പോരുത്. വത്തോ വത്താരിഖ് തുബാക്കിന്റെ സ്വഭാവമുള്ള അക്ഷരമാണ്. അതുപോലെ തന്നെ വൽക്കലത്തുണ്ട്, അതുപോലെ ഇസ്തിഅല ഉണ്ട്. ഇങ്ങനെ വലിയ ഒരുപാട് ഷിദ്ദത്ത് ഉള്ള കവിയായ സിഫത്തുകളുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചു ഉച്ചരിക്കേണ്ടതുണ്ട്. ഖാഫ് അവിടെ തൽക്കാലത്തിന്റെ അക്ഷരമാണല്ലോ. അപ്പൊ അതിനെ വഖഫിൽ പ്രത്യേകം അറിയിക്കണം. അല്ലാതെ വസ്സമാഇ വത്താരിഖ് എന്ന് പറഞ്ഞ പോലെ വത്താരിഖ് എന്നുള്ള ശബ്ദം കേൾക്കണം. അഖ് ദിഖ് 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 എന്ന് പറഞ്ഞു നിർത്തരുത്. ദിഖ് വത്താരിഖ്. തോ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് തോ എന്ന് പറഞ്ഞു പോകരുത്. ആ ശബ്ദം ഉണ്ടാവും, പക്ഷെ അത് പോരാ. ശരിക്ക് എന്താണ് ആ ശബ്ദം ഉണ്ടാവുന്നത്? പിന്നെ അതിന്റെ സിഫാത്തുകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് അതിന്റെ ആ രൂപത്തിലുള്ള ശബ്ദവും ശബ്ദവ്യത്യാസമൊക്കെ അതേ മഖ്റജിൽ നിന്നിരുന്ന മറ്റ് അക്ഷരങ്ങൾ അപേക്ഷിച്ച് ഇതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതിന്റെ സിഫാത്തുകൾ മുഖേനയാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ചുണ്ട് കൂട്ടിക്കൊണ്ട് തോ എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കേണ്ടതില്ല. അദു എന്ന് പറഞ്ഞിട്ട് വലുതായി പോരുത്. അത് ഉണ്ടല്ലേ, അത് റോന് വലുതാക്കണം അവിടെ. അദ്റാക അന്നജ്മു സാഖിബ് അന്നജ്മു സാഖിബ്. അക്ഷരം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാഖിബ് എന്നായി പോവും. അന്നജ്മു സാഖിബ് എന്നല്ല, ഹ അന്നജ്മു സാഖിബ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള മക്കളൊക്കെ പോകുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. അവരൊക്കെ ഇങ്ങനെയുള്ള സൂറകൾ നാം ഇടയ്ക്കിടെ ഊതിപ്പിച്ച് ഖുർആന്റെ എല്ലാ ഭാഗങ്ങളും നാം നമ്മുടെ ശ്രദ്ധ എത്തേണ്ടതുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ഖിറാഅത്ത് സനദ് മുത്തസിലാവാകുന്ന രൂപത്തിലുള്ള ഖിറാഅത്ത് നാം നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് സ്വീകരിക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ ഇൻകുല്ലു എന്ന് പറയും. ഇൻകുല്ലു എന്നായി പോകരുത്. ഇൻകുല്ലു നഫ്സില്ലമ്മ നഫ്സിൻ എന്നുള്ള ആ തൻവീനെ കാണിച്ചുകൊണ്ട് നഫ്സില്ല എന്നുള്ള പറഞ്ഞു പോകരുത്. ചിലപ്പോൾ നിങ്ങൾ തോന്നും എന്ത് നഫ്സിൻ എന്ന് തൻവീനുണ്ടല്ലോ, ആ തൻവീനെയും ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, നഫ്സില്ലമ്മ എന്ന് വായിക്കുന്നവരുണ്ടാവും. അത് പാടില്ല. അവിടെ നഫ്സി എന്ന് മാത്രമേ വായിക്കേണ്ടതുള്ളൂ. നഫ്സി. പിന്നെ സിൻ എന്നുള്ള ആ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ ലാമിന്റെ ഷദ് നാം കാണുന്നുണ്ടല്ലോ. ലാമിന്റെ ഒരു ഷദ് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഷദ് അവിടെ ആദ്യമുള്ള ഷദ്ദല്ല. ആ ഷദ് വരാൻ കാരണം ആ തൻവീനിനെ ഇതിലേക്ക് പൂർണ്ണമായി ലയിപ്പിച്ചുകൊണ്ട് ഇത് നാം വിലാ ഉന്ന ചെയ്യേണ്ട സ്ഥലമാണെന്ന സൂചനയാണ്. നേരെ മറിച്ച് അത് ആ പദം ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഷദ് കാണൂല. നഫ്സിൻ ലമ്മ ലമ്മ എന്നാ ഉണ്ടാവുക. ലാമിന് ഫത്ഹ് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഫത്ഹ് കൊടുത്തുകൊണ്ട് ലമ്മ എന്നാണ്. അവിടെ പിന്നെ ചേർത്തി വായിക്കുമ്പോഴാണ് ഈ ഷദ് അവിടെ ലാമിനും ഷദ് ഉണ്ടാവുന്ന വരുന്നത്. അപ്പോ
നഫ്സി എന്ന് വായിച്ചിട്ട് പിന്നെ ഷദ്ദുള്ള ലാമിനെ പറയാ. നഫ്സില്ലമ്മ നഫ്സില്ലമ്മ. ഇതൊക്കെ ഇങ്ങനെ കുറെ വട്ടം പറഞ്ഞു നോക്കണം. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് എന്താവൂല, നമുക്കങ്ങനെ കൂടുതൽ ശീലിക്കാൻ കഴിയില്ല. നമ്മുടെ നാവിന് നല്ലൊരു വിജയം ഉണ്ടാകാൻ ആവശ്യമായ രൂപത്തിൽ കുറെ വട്ടം ഒരേ ആയത്ത് തന്നെ ഓതി നോക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് എന്തോ ചെറിയൊരു എഴുത്ത് കാണുന്നുണ്ട്. മഖ്റജ് റാഷിദ് 101 അതിന്റെ മഖ്റജിന് വേണ്ടിയാണോ? കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കട്ടായി പോയ അല്ലാഹു അലം. അതെ, ആരാ പറയാ? സ എന്നല്ല മഖ്റജ്. മൈക്കെടുത്തിട്ട് ആര് പറയും? സായിനെ പറ്റി പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഈ ഒരക്ഷരത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? എന്താണ്? ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലേ? അക്ഷരങ്ങളിലേക്ക് ഓരോന്നിലും ഇറങ്ങി നോക്കുമ്പോൾ ഓരോ പ്രത്യേകതകളാണ്. ആവട്ടെ, സ എന്നുള്ള അക്ഷരം നാം ഉച്ചരിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ അക്ഷരത്തെ പറയാൻ തുനിയരുത്. ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതൊരക്ഷരം പറഞ്ഞ് പഠിക്കുന്ന അല്ലെങ്കിൽ മഖ്റജ് പറഞ്ഞ് നമ്മൾ അത് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അക്ഷരത്തെ പെടുന്നതിന് അങ്ങനെ പറയരുത്. ആദ്യം അതിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കി അത് ജോയിന്റ് ഇതൊക്കെ ചെയ്ത് ശേഷം സ്വിച്ചിട്ട് കൊടുത്താൽ എന്താകും, ക്ലിയർ ആയിട്ട് കിട്ടും. ഉദാഹരണത്തിന് നമ്മ ഒരു ബൾബ് കത്തിക്കണം. നമ്മളവിടെ ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്ന സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് ശേഷം വയർ കൊടുക്കാൻ നിന്നാൽ എന്താവൂല, കാര്യം നടക്കൂല. കാരണം അതിങ്ങനെ വയർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ കറണ്ടിന്റെ ഒരു വല്ലാത്തൊരു കളിയാണല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് കൂടുമ്പോഴൊക്കെ. അപ്പൊ അത് എന്താവും, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ സാധിക്കാതെ വരും. അതുകൊണ്ട് സ്വിച്ച് ഇടാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇതിന്റെ വയറുകളൊക്കെ തമ്മിൽ ഘടിപ്പിക്കണം. ആവശ്യമായ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു വെച്ച ശേഷം സ്വിച്ച് ഇട്ട് നോക്കിയാൽ നല്ല പ്രകാശം കിട്ടും. അതുപോലെ മഖ്റജ് ആദ്യം മനസ്സിലാക്കണം, എവിടെയാണെന്ന്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം ഇത് ചെയ്യണം. നാം അക്ഷരത്തെ ഉച്ചരിക്കാൻ ശ്രമിക്കണം. അപ്പം നാം അത് കാണണം, എവിടെയാണ് എന്താണെന്നൊക്കെ. നാവിന്റെ അഗ്രഭാഗം, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണല്ലോ അല്ലേ മഖ്റജ്. ഇല്ലേ സവിയ്യ? അതെ, മാഷാ അല്ലാഹ്. അപ്പം ആ പുസ്തകം പറയായിരുന്നു അക്ഷരത്തിന്റെ മഖ്റജ്. അതെ, സ എന്നുള്ള അക്ഷരം പുറപ്പെടുന്ന സ്ഥലം നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അക്ഷരം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെന്നുള്ളത് ചോദിച്ചപ്പോൾ അത് നമുക്ക് അതിന്റെ പരമാവധി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു തആല നാം അനുഗ്രഹിക്കട്ടെ. 3 പുള്ളിയുള്ള അക്ഷരമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇതിന് സ്ഥാനമില്ല. സൂറത്തുൽ ഫാത്തിഹ ഈ അക്ഷരത്തെ കാണാൻ കഴിയില്ല. മറ്റു സൂറകളിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. ആവട്ടെ, അപ്പം നാവിന്റെ അഗ്രഭാഗം നമ്മളത് കാണുന്നു. പിന്നെ നാവ് കൊണ്ട് മാത്രം, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അത് നാവ് കൊണ്ട് മാത്രം പുറപ്പെടാൻ ഒരു വകുപ്പുമില്ല. ഇത് സംഗതിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഏത് അക്ഷരമാണെങ്കിലും തമ്മിൽ തട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പൊ നാവിന്റെ തല എവിടെയോ കൊണ്ടുവെക്കണം, അപ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. എവിടെയാണെന്ന് വെച്ചാൽ പല്ലിന്റെ അല്ലെങ്കിൽ പല്ലല്ലാത്ത വേറെ വലത്തൊക്കെ വെച്ചാൽ അക്ഷരങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന അക്ഷരം തന്നെ കിട്ടണമെങ്കിൽ അതിന് പ്രത്യേകം നിർണയിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ കൊണ്ടുവച്ച് നമ്മൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ അക്ഷരം കിട്ടും. എവിടെയാണ്? നാവിന്റെ അഗ്രഭാഗം, തല. അതുപോലെ മേലെ മുൻപല്ലിന്റെ അഗ്രഭാഗം, മേലെ മുൻപല്ലുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കുക. വളരെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ മുട്ടിച്ച് വെച്ച് നോക്കുക. എന്നിട്ട് സ
സ എസ് സ സ സ സ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ നേരത്തെ ആരാന്ന് ചോദിച്ചത്? റാഷിദ്. ഇങ്ങനെ പറഞ്ഞു നോക്ക്. ഇങ്ങനെ നാവിന്റെ തല, മേലെ മുമ്പല്ലിന്റെ തല, രണ്ട് തലയും കൂട്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുവെക്കുക ആദ്യം. എന്നിട്ട് സ. അതിന് ആ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ എസ് സ സി സു എസ് എസ്. സവാബ് സന സൻ സിൻ സുൻ സ സി സു ബസൻ എസ്സ ബസ തസ്സ സസ്സ ജസ്സ. ഇങ്ങനെ ഇനി ആ അക്ഷരം നമുക്ക് പരിചയപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ മറ്റെല്ലാ അക്ഷരം ചേർത്ത് വെച്ച് നമ്മൾക്ക് അതിനെ ഉച്ചരിച്ചു നോക്കുക. അപ്പൊ എന്തായി? കാറ്റ് വരണം. അതിന്റെ സിഫത്താണല്ലോ അല്ലേ? അപ്പൊ അതിന്റെ സിഫാത്തുകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഈ മഖ്റജ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇല്ലേ? ആരാണ് നമ്മളെ നേരത്തെ അടിച്ചില്ല ഒരാളെ? പോയോ? മഖ്റജ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ മഖ്റജിൽ നിന്ന്, ഈ പറഞ്ഞ അതേ മഖ്റജിൽ നിന്ന് റാഷിദ് അല്ലേ? മഖ്റജിന്. അതെ, റാഷിദ് കേൾക്കുന്നുണ്ടോ? പോയാ അല്ലാഹു അലം. പിന്നെ ബെഞ്ചിലിരുന്ന് ഉറങ്ങാണാവോ ചോദ്യം ചോദിച്ചിട്ട്? ഏത് ബെഞ്ചിലുള്ള അറിയില്ല അല്ലേ? മാഷാ അല്ലാഹ്. 118 ആളുണ്ടല്ലേ? മാഷാ അല്ലാഹ്. ചൂരലൊക്കെ എടുത്ത് മേശക്കൊന്ന് അടിക്കണം, അപ്പോ അറിയും. ചോദിച്ച് പോയതാവും. ചോദിച്ചിട്ട് ആള് പോയതായിരിക്കും അല്ലെ? ചോദിച്ചു പോയതാവെന്ന് പറഞ്ഞാല് രണ്ട് അർത്ഥം വെക്കാം അല്ലെ? ചോദിച്ച് പോയതാകും. രണ്ടർത്ഥമുണ്ട് നല്ല സാറേ. ചോദിച്ചു പോയതാവും. ആവട്ടെ. അപ്പൊ ഇങ്ങനെ സംശയങ്ങൾ നമ്മൾ ചോദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അതിന് ആവട്ടെ ഇൻഷാ അല്ലാഹ്. അവിടുന്ന് അതേ മഖ്റജിൽ നിന്ന് ഇപ്പൊ ഹ എന്നുള്ള അക്ഷരം വരുന്നു അല്ലേ? ഹ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഹ എന്നുള്ള അക്ഷരം അതേ മഖ്റജിൽ നിന്ന് വരുന്ന രണ്ടക്ഷരം വേറെ ഉണ്ടല്ലോ അല്ലേ? ഏതക്ഷരാണ് പറഞ്ഞ? നമ്മളെ ബാക്കി ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ റിസൈൻ ചെയ്യണേ. ഉസ്താദ് എത്തിയിട്ടില്ല എന്നുള്ള ഞാൻ ഇങ്ങനെ മൈക്കിൽ നിൽക്കുകയാണ്. ഉസ്താദ് എത്തിയാൽ ഉടനെ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ കൂട്ടുകാരെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദിന്റെ ക്ലാസ്സും കേൾക്കേണ്ടതാണ്. ഇല്ലേ? അതെ, മാഷാ അല്ലാഹ്. അതുപോലെ ലോ എന്നുള്ള അക്ഷരം. ഈ അക്ഷരം പറയുന്ന സമയത്ത് തന്നെ ലാ എന്ന് പറയാതെ ലോ എന്നുള്ള ശബ്ദം ഉണ്ടാവണം. ആ ശബ്ദം ഉണ്ടാകുന്നത് നാവിന്റെ തലയാണ് നാം ഉപയോഗിക്കുന്നതെങ്കിലും കൂടി നാവിന്റെ മുരട് മേലോട്ട് ഉയരുന്ന ഒരവസ്ഥയിലുണ്ട്. അതുപോലെ തന്നെ നാവിന്റെ മധ്യഭാഗം അതും എന്ത് ചെയ്യുന്നുണ്ട്? നാവിന്റെ നേരെയുള്ള ആ അണ്ണാക്കിലേക്ക് ചേർന്ന് ഇത്തുബാക്കിന്റെ സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ലാലിനെ അപേക്ഷിച്ചും ഘനമുള്ള അക്ഷരമാണ്, സ്റ്റേലായിന്റെ അക്ഷരമാണ്. പക്ഷെ മൂന്നിന്റെയും മഖ്റജ് ഒന്നാണ്. ലോ എന്ന് പറയുമ്പോൾ ശബ്ദം ഇതാവും അല്പം കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവിടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും
ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒത്തു കേൾക്കാം, അല്ലെങ്കിൽ തൽക്കാലം നിർത്താം. സമയം കാവൻ ഉസ്താദ് റൈസാൻ ചെയ്തിട്ടുണ്ട്, എന്താ നോക്കാം ഇൻഷാ അല്ലാഹ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം ആയി കാണാത്തോണ്ട് ഉസ്താദ് വരാത്തോണ്ട് ഫ്രീ ആണെങ്കിൽ ഒന്നുകൂടി ഓതാച്ചിട്ടെ. എന്താ ഉസ്താദേ, ആരും കാണുന്നില്ല. സമയം ഉണ്ടോ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ചെറുപ്പ് ഉസ്താദ് താഴെ ഉണ്ടെങ്കിൽ കൈവക്കി വന്നാൽ റാഹത്തായിരുന്നു. ഇൻഷാ അല്ലാഹ്. മൈക്ക് ഫ്രീ ആണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب. إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق. خلق من ماء دافق يخرج من بين الصلب والترائب. إنه على رجعه لقادر. يوم تبلى السرائر فما له من قوة ولا ناصر. والسماء ذات الرجع. والسماء ذات الرجع والأرض ذات الصدع. إنه لقول فصل. إنه لقول فصل وما هو بالهزل. إنهم يكيدون كيدا وأكيد كيدا. فمهل الكافرين أمهلهم رويدا. صدق الله مولانا العظيم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. നേരത്തെ അതിൽ നിന്ന് മാറി കുറച്ച് സാവകാശത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ സാവകാശമാകുമ്പോൾ ഓരോ ഹർഫുകൾക്കും കൊടുക്കേണ്ടുന്ന, അതിന്റെ നാം കൊടുക്കേണ്ടുന്ന എല്ലാ ഹക്കുകളും വീട്ടാൻ കഴിയും. വേഗതയാകുമ്പോൾ അതാകുമ്പോൾ കുറഞ്ഞു പോകും. അവിടെ ഹ എന്ന അക്ഷരം നമ്മൾ നേരത്തെ പറഞ്ഞ ഹ എന്ന അക്ഷരം അന്നജ്മു അസ്സാഖിബ് ഉണ്ടല്ലേ, അന്നജ്മു സാഖിബ്. അവിടെ ഷദ്ദുണ്ട്. അപ്പോ ഷദ്ദ് ഉണ്ടാകുമ്പോൾ ആ അക്ഷരത്തെ ആ ഷദ്ദായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടാവും. നൂനെ സംബന്ധിച്ച് ഷദ്ദ് വരുമ്പോൾ നല്ല ഉന്നത്തുണ്ടാവും. നൂന് ഒറ്റ പുള്ളിയേ ഉള്ളൂ. സായിന് പുള്ളി 3 ഉണ്ട്, പക്ഷെ എന്താകുന്നില്ല, ഉന്നത്ത് വരില്ല. അപ്പോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. 3 ഒരു പുള്ളിയുള്ള ആൾക്ക് നല്ല ഉന്നത്തുണ്ട്, 3 പുള്ളിയുള്ള ആൾക്ക് ഉന്നത്ത് തീരെയില്ല. അപ്പൊ നമ്മളതിൽ അസൂയപ്പെടേണ്ട. അതിന്റെ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഉന്നത്തിന്റെ ഒരു സ്വഭാവത്തോട് വരുന്ന അക്ഷരങ്ങൾ 2 അക്ഷരങ്ങളാണല്ലോ. ഒന്ന് നൂൻ, മറ്റൊന്ന് മീം. അല്ലേ, അൻ. കുറിച്ച് വേറെ അക്ഷരം എടുത്തു നോക്കിയാൽ അൽ അല്ലെങ്കിൽ അർ
ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരവസ്ഥയാണ്. നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാക്കിനായ നൂൻ വരുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങൾ നാം പഠിച്ചു വെച്ചു. 5 അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ ഇഖ്ഫാ ചെയ്യുന്ന സമയത്ത് തീരെ നൂനിനെ വ്യക്തമാകാത്ത രൂപത്തിൽ, സാധാരണ ചിലരൊക്കെ ഇൻകു എന്നുകൊണ്ട് മണിക്കുകയും ചെയ്യും, പിന്നെ നൂനിനെ പറയുകയും ചെയ്യും. അത് പാടില്ല. നൂനിനെ വ്യക്തമാകാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ മണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഷവും ഇങ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇൻ എന്ന് പറയരുത്. നൂനിനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തെരുമൂക്കിലേക്ക് ഉപയോഗിക്കുന്ന ഒരവസ്ഥ തീരെ ഉണ്ടാകാൻ പാടില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇൻ എന്ന് പറയുന്നത് അങ്ങനെ പറയരുത്. കുല്ലു എന്നല്ലേ, കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ് ഫൽയൻദുരി അല്ലേ, ഫൽയൻദുരി. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ തന്നെ ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ. ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ എത്രയാന്ന് ഓർമ്മയുണ്ടോ? ഇഖ്ഫാ ഹഖീഖി കേട്ടോ, ഇഖ്ഫാ ഹഖീഖി അതിന്റെ അക്ഷരങ്ങൾ 15 അല്ലേ? മാഷാ അല്ലാഹ്. നമ്മൾ പഠിച്ചു വെച്ചതാണ്. സ എന്ന അക്ഷരം നമ്മൾക്ക് നേരത്തെ പറഞ്ഞ സ ഖുർആനിൽ എത്ര സൂറകളാണ് ഉള്ളത്? ടെസ്റ്റ് വരട്ടെ. അതെ, മാഷാ അല്ലാഹ്, 114 സൂറയുണ്ട് അല്ലെ? എത്ര? അതിനനുസരിച്ച് പേരും ഉണ്ടാവുമല്ലോ അല്ലെ? 114 പേരുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാൽ അക്ഷരങ്ങൾ എത്രയുള്ളത്? അക്ഷരങ്ങൾ 29. മാഷാ അല്ലാഹ്. എല്ലാ അക്ഷരങ്ങളെ കൊണ്ടും 29 എന്നൊരു ചോദ്യസ്ഥത. അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മള് അല്ലേ 29 തന്നെ പറയൽ നല്ലത്. ക്വസ്റ്റ്യൻ മാർക്ക് ചിലപ്പോൾ അറിയാതെ വന്നു പോയതായിരിക്കും അല്ലേ? ഡൗട്ടിനോ അല്ലെ, ഡൗട്ടൊന്നും ഉണ്ടാവില്ല. അത് എങ്ങനെ വന്നു പോയതായിരിക്കും. ചിലർ ഇന്നലെയും ഒരാൾ ചോദിച്ചു 29 ഉണ്ടോ എന്ന്. 29 സംശയം പോലെ അത് സംശയം തീർക്കുന്നു അല്ലേ? മുന്നേ 28 ആയിരുന്നു. ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ബദർ ത്വയ്ബി ആവട്ടെ. അപ്പം 28 അല്ലെങ്കിൽ 29 അക്ഷരങ്ങളുണ്ട് അല്ലെ? എല്ലാ അക്ഷരങ്ങൾ കൊണ്ടും ഖുർആൻ പേര് വെച്ചിട്ടുണ്ടോ? നോക്കണം അല്ലെ? അതൊക്കെ ഒന്ന് ഖുർആൻ പേരില്ലേ? ഖുർആന്റെ സൂറത്തിന് ഖുർആൻ ഒരുപാട് പേരുണ്ട്. ഫുർഖാൻ. സൂറകൾക്ക് 114 സൂറ ഉണ്ടല്ലോ. അപ്പൊ 114 സൂറകൾക്കും എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് പേര് വെച്ചിട്ടുണ്ടോ? ചോദ്യം. ഉണ്ടെന്നാണ് ബിസ്മില്ല അടിക്കുന്നല്ലേ? ഞാൻ പറയുന്നില്ല. എല്ലാ അക്ഷരങ്ങളെ കൊണ്ടും പേരില്ല. അതിലില്ലാത്തതാണ് ഇത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സ എന്നക്ഷരം. സ എന്നക്ഷരത്തില് സൂറത്തിൽ പേരില്ല. അതുപോലെ കൂടുതൽ പേരുള്ള അക്ഷരം ഏതാ? ഖുർആനിന് കൂടുതൽ പേരുള്ള അക്ഷരം ഫാത്തിർ. ഫാ കൊടുക്കണ്ട്. അലിഫു ലാമു.
അലിഫ് കൊണ്ട് പേര് വെക്കൂലല്ലോ, ഹംസ കൊണ്ട് പേര് വെക്കുള്ളൂ. അലിഫ് തുടക്കത്തിൽ പറയാൻ പറ്റാത്തൊരു അക്ഷരാണല്ലോ. അപ്പൊ അങ്ങനെ ആന്ന് പറയലോടുകൂടി അത് എന്തായി, അലിഫ് എഴുതിയിട്ട് അതിന്റെ മേലെ ഫത്ത് ഇട്ട് കഴിഞ്ഞ പിന്നെ എന്തായി, ഹംസായി. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന് അലിഫ് എന്ന് പറയില്ല. അപ്പൊ തുടക്കത്തിൽ വരുന്നതിൽ എന്തായിരിക്കും, ഹംസ ആയിരിക്കും അല്ലേ? അങ്ങനല്ലേ? അതിങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചാൽ നല്ലതാ. യാ റബ്ബന ഹംസ ലാം. ഹംസ ലാം കൊണ്ട് എന്താ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. അലിഫും ലാമും കൊണ്ട് അക്ഷരമില്ലെന്നോ? മക്ക എന്തോന്ന് എഴുതിന്റെ അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഒന്ന് മൈക്കിലേക്ക് വരുമോ? എന്തെങ്കിലും പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാലോ. പുതിയ എന്തതാണെങ്കിൽ നമുക്ക് പഠിക്കാം. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. എന്താണ് കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത്? കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ലാം അലിഫ് ആണല്ലേ? അതെ, അല്ല പേരില് കൂടുതൽ നെയിം, കൂടുതൽ നെയിം എല്ലുകൊണ്ടാണെന്നോ? അത് എല്ലാത്തിലേക്കും ചേർന്ന് വരുമല്ലോ. ഇങ്ങനെ എല്ലാ ഹർഫുകളിലേക്കും അൽ ചേർന്ന് വരും അല്ലേ? ഹംസില് അൽ ചേർന്ന് പോകുമ്പോ അൽ അൻആം അല്ലേ? മീമിലേക്ക് മുൽക്ക് എന്നതിലേക്ക് അൽ മുൽക്ക്. അപ്പൊ അതങ്ങനെ കൂട്ടണ്ട, അപ്പൊ എല്ലാത്തിലും ഹംസ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പേരുള്ള ഏതക്ഷരാണ്? ഏതക്ഷരം കൊണ്ടാണ് ഖുർആനിൽ ഏറ്റവും സൂറത്തിന് പേര് വെച്ചിട്ടുള്ളത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ ഉള്ളതെന്നല്ല, ഈ പേര് വെച്ചത്. ഖുർആൻ സൂറത്തിന് ഓരോ പേര് വെക്കൂല. നമ്മളിപ്പോ സൂറത്തിന് സൂറത്ത് ത്വാരിഖ് അല്ലേ? അപ്പൊ ത്വാന്റെ അക്ഷരാണ് അതിനുള്ളത്, ത്വാ. അവിടെ അത്വാരിഖ് എന്ന് വായിക്കുന്നു. ത്വാരിഖ്, അത്വാരിഖ്. ഏതക്ഷരത്തിനായിരിക്കും? അലിഫൊന്നുമല്ല, അലിഫിയാവൊന്നുമല്ല, തോന്നുന്നു. ഏതക്ഷരം കൊണ്ടാണ് ഖുർആന് കൂടുതൽ പേര് വെച്ചിട്ടുള്ളത്? ഖുർആന്റെ സൂറത്തിന്റെ പേര് അല്ലെ? സൂറത്തിന്റെ പേര്. അടുക്കിടങ്ങൊക്കെ സൂറത്തുകളിലെ പരിചയം കൊണ്ടാകുമ്പോ നല്ലതാ. അതെ, മാഷാ അല്ലാ. ജവാബ് ആയ. അതെ, മീം എന്ന അക്ഷരം കൊണ്ടാണ്. മീം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള മീം എന്ന അക്ഷരം കൊണ്ട് ഖുർആനിലെ സൂറത്തിന് കൂടുതൽ പേര് വെച്ചത് ആ അക്ഷരം കൊണ്ടാണ്. ഓരോ സൂറകൾക്ക് ഒരുപാട് സൂറകളുണ്ട്. ഏകദേശം 15ഓളം സൂറകൾക്ക് എന്താണ് മീം എന്ന പേരിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താൻ തൽക്കാലം. സമയം അടുത്തു വരുന്നു. അല്ലാഹു തആല നമ്മളിവിടെ പറഞ്ഞതും ഓതിയതെല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആന്റെ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഏതായാലും അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നമ്മുടെ അലിക്കുട്ടി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് എവിടെയുള്ളോ? ഒരു പല ദേശത്തും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ഒരു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സംശയമുള്ളവര് മൈക്കിൽ വരികയോ അല്ലെങ്കിൽ മൈക്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ PM കൂടിയും ആവാം എന്നറിയിക്കുന്നു. ഫിർദൗസ് മൈക്കെടുത്തിട്ടുണ്ടല്ലേ? പാക്ക ഉസ്താദ് എത്തിയിട്ടുണ്ട്. ചോദ്യാണെങ്കിൽ മൈക്കെടുത്ത് ചോദിച്ചോളി. ഏതായാലും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മൈക്ക് ഫ്രീ.
ഹലോ, അസ്സലാമു അലൈക്കും. ചെറുപ്പ സമയം കേൾക്കാത്തതിനെ അടുത്താണ്. ഒരു സംശയം, അതായത് നമ്മൾ ഡെയിലി ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ടല്ലോ സാറേ, അതില് നമ്മൾ ഈ തജ്വീദിനെ ബാധമാക്കേണ്ടതുണ്ടോ? അതോ അതില് അതായത് ഇടയ്ക്ക് നമ്മൾ മൗലായ ചെല്ലുന്നതുണ്ടല്ലോ ആ സ്വലാത്ത്, അപ്പൊ ഇടയ്ക്ക് നീട്ടുന്നതിന് വേണ്ടിയിട്ടും അല്ലാതെ അതിന്റെ മട്ടിന് വേണ്ടിയിട്ടും ഇല്ലാത്തടത്ത് മദ്ദും അതുപോലെ ശബ്ദമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഉസ്താദെ? അങ്ങനെ കൊടുക്കാമോ? ഉദാഹരണത്തിന് മൗലായ സല്ലി വസാന്ന് പറഞ്ഞ് നീട്ടാറുണ്ട്, മൗലായ സല്ലി വസല്ലിംതായി എന്നും പറയാറുണ്ട്, സാലിംതായി എന്നും പറയാറുണ്ട്. അങ്ങനെ ഓതാമോ ഉസ്താദ്? അങ്ങനെ പറയാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒത്തിരി ദിക്റുകളുണ്ട് അങ്ങനെ ബൈത്തുകളിൽ പെട്ടത്, അങ്ങനെ ഓതാമോ ഉസ്താദ്? വിശദീകരിച്ച് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. നല്ല ചോദ്യം, നേരത്തെ ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. ബാക്കി ഉസ്താദ് ഒന്ന് കാത്തിരിക്കുമ്പോൾ നമ്മള് അവരെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെ സമയം കൂടുതൽ ചെലവഴിക്കുക ശരിയില്ല. ഏതായാലും ചോദ്യം വളരെ അവസരോചിതമായ നല്ല ചോദ്യം, മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. അർത്ഥം തെറ്റുന്ന രൂപത്തിലുള്ള ഉദാഹരണത്തിന് ഒരു പദമാണ് ഇത്, മൗലായ സൊല്ലി വസല്ലിം എന്നാണുള്ളത്. ശ്രദ്ധിക്കണം, മൗലായ സൊല്ലി വസല്ലിം, അള്ളാഹുവേ എന്റെ യജമാനനായ അള്ളാഹുവേ സൊല്ലി വസല്ലിം എന്നാണ്. അവിടെ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ സൊല്ലി വസാലിം എന്ന് പറയരുത്. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരുപാട് രീതികളിൽ നമുക്ക് ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും. പക്ഷെ അതിന്റെ ഘടന തെറ്റുന്ന രൂപത്തിലായി പോകരുത്. ചില ബൈത്തിന്റെ അവസാനത്തിൽ ബൈത്തിന്റെ അതിന് വേണ്ടി പ്രത്യേകം നീട്ടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഉദാഹരണത്തിന് അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി എന്ന് നീട്ടുന്നതുകൊണ്ട് തെറ്റില്ല. നേരെ മറിച്ച് മൗലായ സല്ലി വസല്ലിം ദായിമൻ അങ്ങനെ പറയരുത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി മൗലായ സല്ലി വസല്ലിം സല്ലി വസല്ലിം ദായിമൻ അബദ. ആ രൂപത്തിൽ അർത്ഥ വ്യത്യാസങ്ങൾ ഒരു പദത്തിന് രണ്ട് കഷ്ണമാക്കി രൂപത്തിൽ അങ്ങനെയൊന്നും അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും. അവസരം പോലെ നമുക്ക് വരാം. അല്ലാഹു തആല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പകർത്താനും പ്രത്യേകിച്ച് വിശേഷിച്ച് പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ നമുക്കൊരുപാട് ഓതാനും അത് മുഖേന രണ്ട് ലോകത്തും വിജയിക്കാനും അല്ലാഹു തആല നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين وارحمنا وارحم موتانا وارحم جميع المؤمنين في كل مكان. وآخر دعوانا الحمد لله رب العالمين. ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ് അവറുകളെ മീറ്റിലേക്ക് ക്ഷണിച്ച് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ ഉസ്താദ്. മഹത്തായിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പഠന പാരായണ ക്ലാസ് ആണ് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് മദനി ഉസ്താദ്, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിലും സ്വത്തിലും മറ്റെല്ലാ കാര്യങ്ങളും ആഫിയത്തിലും വർധനവ് നൽകുമാറാവട്ടെ, ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇനിയും ധാരാളം കാലം ഈ മഹത്തായിരിക്കുന്ന സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു നൽകുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു സേവനമായി ഇതിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അഖീദ ക്ലാസ് ആണ് നടത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷെറൂഫ് ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് അവരുകളെ ആദരവോടെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. റേഡിയോ ശ്രോതാക്കളുടെ മറ്റു ശ്രദ്ധയ്ക്ക് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപരമായ അഖീദ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി അറിയിക്കുകയാണ്. കൂട്ടുകാരെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമിൽ എത്തിച്ചുകൊണ്ട് ക്ലാസ് റൂം ഭംഗിയാക്കണമെന്നും ആദ്യം ക്ലാസ് സാധിക്കുന്നത്ര പങ്കെടുത്തുകൊണ്ട്